ഇന്നത്തെ അറിയിപ്പുകൾ. പുതിയ അധ്യയന വർഷത്തെ +1 അപേക്ഷ തിങ്കളാഴ്ച തുടങ്ങും. +2 VHSC പരീക്ഷാഫലം ചൊവ്വാഴ്ച വൈകിട്ട് 3-ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. പുതിയ അധ്യയന വർഷത്തെ +1 അപേക്ഷ തിങ്കളാഴ്ച തുടങ്ങും. അന്നേ ദിവസം രാവിലെ ഇതിനുള്ള വിജ്ഞാപനം പുറത്തിറങ്ങും. ഓൺലൈനിലൂടെയാണ് അപേക്ഷിക്കേണ്ടത്. ഹയർ സെക്കൻഡറിയിൽ നിലവിൽ 3,61,044 സീറ്റുകളാണ് ഉള്ളത്. VHSC സ്കൂളുകളിൽ 33,000 സീറ്റുകളുമുണ്ട്. കൂടാതെ പോളിടെക്നിക്കലുകളിലും ITIകളിലുമായി 30,545 സീറ്റുമുണ്ട്. അതേസമയം +2 VHSC പരീക്ഷാഫലം ചൊവ്വാഴ്ച വൈകിട്ട് 3-ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. സെക്രട്ടേറിയറ്റിലെ PRD ചേംബറിലാണ് പരിപാടി. നമ്മുടെ കേരളം മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ +2 ഫലവും ലഭ്യമാകും. പരീക്ഷാഫലം അറിയുന്നതിനുണ്ടാകുന്ന തിരക്കും കാലതാമസവും പൂർണ്ണമായി ഒഴിവാക്കാനും വിദ്യാർത്ഥികൾക്ക് വീട്ടിലിരുന്നു തന്നെ ഫലം പരിശോധിക്കാനും ഇതിലൂടെ സാധിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബക്രീദിന് 2 ദിവസം അവധി. 27-ന് പുറമെ 28-നും സർക്കാർ അവധി പ്രഖ്യാപിച്ചു. കലണ്ടറിലെ അവധി ദിനം 27-നാണ്. എന്നാൽ സംസ്ഥാനത്ത് ബക്രീദ് ആഘോഷം 28-നാണ്. 28-ന് എല്ലാ സർക്കാർ ഓഫീസുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് സർക്കാർ ഉത്തരവിൽ പറയുന്നു. LDF സർക്കാർ ഇറങ്ങി UDF സർക്കാർ അധികാരത്തിലേറുമ്പോൾ സംസ്ഥാന ഖജനാവിൽ ബാക്കിയുള്ളത് 5,429 കോടി രൂപയെന്ന് വിവരാവകാശ രേഖ. കേരളത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച് ധവളപത്രം പുറത്തിറക്കാനിരിക്കെയാണ് ധനവകുപ്പ് നൽകിയ വിവരാവകാശ മറുപടി പുറത്തുവന്നത്. ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുകയാണെന്ന UDFന്റെ വാദങ്ങൾ തള്ളുന്നതാണ് വിവരാവകാശ രേഖ. മൈഫിൻ TV സീനിയർ അനലിസ്റ്റ് തോമസ് ബേബിച്ചൻ നൽകിയ വിവരാവകാശത്തിലാണ് ധനവകുപ്പിന്റെ മറുപടി. LDF സർക്കാർ ഇറങ്ങി UDF സർക്കാർ അധികാരത്തിലേറുമ്പോൾ സംസ്ഥാന ഖജനാവിൽ 5,425.01 കോടി രൂപ ബാക്കിയുണ്ടെന്നാണ് വിവരാവകാശ മറുപടിയിൽ പറയുന്നത്. മെയ് 1 വരെയുള്ള കണക്ക് പ്രകാരമാണിത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് ധവളപത്രം ഉടനിറക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കിയിരുന്നു. ഖജനാവ് കാലിയാണെന്ന UDF ആരോപണത്തിനെതിരെ മുൻ ധനമന്ത്രി KN ബാലഗോപാലും രംഗത്തെത്തിയിരുന്നു. 6,000 കോടിയോളം രൂപ ബാക്കിവെച്ചാണ് ഇറങ്ങിയതെന്ന് KN ബാലഗോപാൽ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ധനവില വർധനവും KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രാ പ്രഖ്യാപനവും വെട്ടിലാക്കിയത് സ്വകാര്യ ബസ്സുകളെ. സർവീസ് നിർത്തിവെക്കേണ്ട അവസ്ഥയിലെന്ന് സ്വകാര്യ ബസ് ഉടമകൾ. ഇന്ധനവില വർധന തുടർന്നാൽ അടുത്തയാഴ്ച മുതൽ സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകൾ ഓട്ടം നിർത്തുമെന്ന് ബസ് ഉടമകൾ. ഗതികേട് കൊണ്ടാണ് സർവീസ് നിർത്തിവെക്കേണ്ടി വരുന്നത് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ഇത് സമര പ്രഖ്യാപനമല്ല, കനത്ത നഷ്ടം സഹിച്ചാണ് സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നത്. സ്വകാര്യ ബസ്സുകൾക്ക് സബ്സിഡിയോടെ ഡീസൽ നൽകാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണം. സംസ്ഥാന സർക്കാർ ബസ് ഉടമകളുമായി ചർച്ച നടത്തണമെന്നും സംഘടന ആവശ്യപ്പെടുന്നു. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ച നടപടിയിൽ സ്വകാര്യ ബസ് ഉടമകൾ നേരത്തെ തന്നെ പ്രതിഷേധം അറിയിച്ചിരുന്നു. സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര നൽകുമ്പോൾ സ്വകാര്യ ബസ്സുകളിൽ യാത്രക്കാർ ഗണ്യമായി കുറയുമെന്നും ഇത് വരുമാനത്തിൽ കനത്ത നഷ്ടമുണ്ടാക്കുമെന്നും ബസ് ഉടമകൾ പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.